അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ആൻഡ് ഉമയ്യത്ത് ലിറ്ററേച്ചറിലെ ലൈല അൽ അഖീലിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുവരെ കവികളെ കുറിച്ചായിരുന്നു. ഇതൊരു കവിയത്രിയാണ്. പാഠത്തിലേക്ക് കടക്കാം. ഹിയ ലൈല ബിൻത് അബ്ദില്ല, അബ്ദുള്ളയുടെ മകൾ ലൈലയാണ് ലൈല അൽ അഖീലിയ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനശഅത്ത് ലൈല മഅ ഇബ്നു അമ്മില്ലഹ വ തൗബത്ത് ബിനുൽ ഹുമൈർ. വനശഅത്ത് ലൈല, ലൈല വളർന്നത് മഅ ഇബ്നു അമ്മില്ലഹ, അവളുടെ എളാപ്പയുടെ ഒരു മകന്റെ കൂടെയാണ്. അതായത് അദ്ദേഹം ഹുവ തൗബത്ത് ബിനുൽ ഹുമൈർ, തൗബത്ത് ബിനു ഹുമൈർ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെയാണ് ഇവള് വളർന്നതൊക്കെ. ഫഅഹബ്ബഹ, അവളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. സുമ്മ ഖതബഹ, അങ്ങനെ അദ്ദേഹം അവളെ വിവാഹാലോചന നടത്തിയില്ല. ബിഹ, അവളുടെ ഉപ്പയോട്. ഫറദ്ദഹു അബൂഹ, അങ്ങനെ അവളുടെ ഉപ്പ അത് നിരസിക്കുകയും ചെയ്തു. വസവ്വജഹ, അങ്ങനെ അവളെ വിവാഹം ചെയ്തു കൊടുത്തു. ബഅദ ദാലിക, അതിനുശേഷം അർറജുല മിൻ ബനിൽ അദ്ലഖ്, ബനു അദ്ലഖിൽ പെട്ട ഒരു പുരുഷന്, ഒരു ആൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. വർസഖത്ത് വലദൻ, അങ്ങനെ അതിൽ അവൾക്ക് ഒരു മകൻ ജനിക്കുകയും ചെയ്തു. സുമ്മ ഇന്ന തൗബ, പിന്നെ തൗബ വല്ല യസൂറു ലൈല, ലൈലയെ സന്ദർശിക്കാൻ ആരംഭിച്ചു. ഹത്താ ശക്കാഹു അഹ്ല ലൈല, ലൈലയുടെ കുടുംബക്കാര് പരാതി പറയുന്നത് വരെ ഇലൽ വാലി, ഗവർണറോട്. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഗവർണറോട് പരാതിയൊക്കെ പറഞ്ഞു. ഫഅഹ്ദറൽ വാലി ദമു, അങ്ങനെ ഗവർണർ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു, ആഹ്വാനം ചെയ്തു. വമഹ്മാ കാന മിനൽ അംരി, കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ഫൈന ലൈല വല്ലത്ത് അലാ വഫാഇ അലി തൗബ, തൗബയോട് ലൈലക്ക് അപ്പോൾ ഒരു വിശ്വസ്തത ഉണ്ടായിത്തീർന്നു. തഖൂലു ഫീഹി അശ്ശഅറ, അങ്ങനെ കവിതയിലൂടെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനൊക്കെ ആരംഭിച്ചു. വലമ്മ മാത്ത, അങ്ങനെ അവള് മരണപ്പെട്ടപ്പോ കാലത്ത്, വലമ്മ മാത്ത, അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോ കാലത്ത് അവള് പറഞ്ഞു, ഫി റസാഇഹി, അദ്ദേഹത്തിന് അനുശോചന കാവ്യമായിട്ട്, ഷിഅ്റൻ കസീറൻ, ധാരാളം കവിതകൾ അവള് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ലൈല അൽ അഖീലിയ, ലൈല അഖീലിയ മിനൻ നിസാഇൽ മുതഖദ്ദിമാത്ത്, മുൻകടക്കപ്പെട്ട സ്ത്രീകളിൽപ്പെട്ട ആളാണ്. ഫി ശിഅരി, കവിതയിൽ. ലാ യതഖദ്ദമുഹ, അവളോട് മുൻകടന്നിട്ടില്ല. മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്ന്. ഇല്ലൽ ഖൻസാ, ഖൻസാ അല്ലാതെ അവളുടെ മുന്നിലില്ല. അതായത് ഖൻസാ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയത്രിയാണ് ലൈല അൽ അഖീലിയ എന്ന് പറയുന്നത്. വകാനത്ത് ലൈല അൽ അഖീലിയ, ലൈല അഖീലിയ ഫസീഹത്തൻ, വാചാലയായ കവിയത്രിയാണ്. ബലീഗത്തൻ, സാഹിത്യകാരിയാണ്. ഹസനത്തുൽ ഇൻഷാദി, നന്നായി പാടുന്ന ആളും കൂടിയാണ്. വമുഅ്ളമു ശിഅരിഹ, അവളുടെ ഭൂരിഭാഗം കവിതകളും റസാഉ ഫി തൗബ, തൗബയിലുള്ള അനുശോചന കാവ്യങ്ങളാണ്. വലഹ ഐലൻ ഫഖ്റുൻ, അതുപോലെ അവൾക്ക് ഫഖറിൽ കവിതകളുണ്ട്. അതുപോലെ വഹമാസത്തുൻ, ഹമാസയിൽ ധീരതയെ കുറിച്ചുള്ള കവിതകളൊക്കെ അവൾക്ക്. അതുപോലെ വലഹ ഷൈഉൻ മിനൽ മദീഹി ഫിൽ ഹജ്ജാജി, ഹജ്ജാജിനെ കുറിച്ച് മദ്ഹ് ചെയ്യുന്ന ചില കവിതകളുണ്ട്. വകദാലിക, അതുപോലെ കാന ബൈനഹ വബൈന നാബിയത്തുൽ ജുഹദി, അവളുടെയും നാബിയത്തുൽ ജുഹദിയുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഷൈഉൻ മിനൽ ഹജായി, ചില ഹജാകൾ നടന്നിട്ടുണ്ട്. വഖാലത്ത്, അവളുടെ കവിതയിലെ ചെറിയൊരു വരിയാണ്. നഹ്നുൽ അഖായിലു ലാ യസാലു ഗുലാമുന ഹത്താ യദുബ്ബു അലൽ അസാ മഷ്ഹൂറ. നഹ്നുൽ അഖായിൽ, ഞങ്ങള് അഖീലിയക്കാരി, ലാ യസാലു ഗുലാമുന, ഞങ്ങൾ ചെറുപ്പമായിക്കൊണ്ടേയിരിക്കും. ഹത്താ യദുബ്ബു അലൽ അസ, വടിയുടെ മേൽ ഞങ്ങള് ചായുന്നത് വരെ, വടി കുത്തി നടക്കുന്നത് വരെ, മഷ്ഹൂറൻ, പ്രസിദ്ധരുമായിരിക്കും എന്നൊരു വരിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ലൈല അൽ അഖീലിയെ പറ്റി പഠിക്കാനുള്ളത്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.